കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന സ്തംഭനവും പ്രതിസന്ധിയും ഏറെ നാളായി കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ ഒരിടത്തും എത്തുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി 14 സർവകലാശാലകളിൽ 9 സർവകലാശാലകളിലും പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് സർവകലാശാലകളുടെ ഭരണത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിന് വേണ്ട രീതിയിൽ നിയമപരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റും അതുപോലെ തന്നെ ഈ സർവകലാശാലകളുടെയൊക്കെ സാങ്കേതികമായി ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ചാൻസലറായ ഗവർണറും ഫലകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം പരക്കെയുണ്ട്. ചാൻസലർ എന്ന രീതിയിൽ ഗവർണർക്ക് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളത് സർവകലാശാല നിയമങ്ങളിലും അതുപോലെ UGCയുടെ ചട്ടങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ചാൻസലർമാർക്ക് നിർണായകമായ സ്വാധീനമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പേരിലാണ് സർവകലാശാലകളെ വിവക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ അസാധാരണമായി ഇടപെടാനുള്ള വ്യഗ്രതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ ഗുരുതരമാക്കിയിരിക്കുന്നത്. സ്വയംഭരണാവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഒരു വകുപ്പായി സർവകലാശാലകളെ മാറ്റുന്നത് ഒരിക്കലും അക്കാദമിക സ്വാതന്ത്ര്യത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അഭിപ്രായപ്പെടുന്നത്. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതിനും മറ്റും സാധിക്കുകയുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തകർ വലിഞ്ഞു കയറി അതിന്റെ പ്രവർത്തനത്തെ ബാധിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെയാണ് സംസ്ഥാന സർക്കാർ ബോധപൂർവം സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ചില ചട്ടങ്ങൾ പോലും ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സർവകലാശാലയുടെ സ്വയംഭരണ അധികാരത്തിൽ കൈകടത്തുന്നതിനുള്ള അധികാരം നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സാങ്കേതികമായി പ്രോ ചാൻസലർ പദവിയിലിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാവുന്ന തരത്തിൽ സർവകലാശാല നിയമത്തിൽ കുറെ ഭേദഗതികൾ കൊണ്ടുവന്ന് ബോധപൂർവം ഇതൊരു സർക്കാർ വകുപ്പായി തരം താഴ്ത്തുന്നതിന് ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രത്യേക ബില്ല് തന്നെ കേരള നിയമസഭയിൽ മന്ത്രിസഭ കൊണ്ടുവന്ന് പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ചിരിക്കുകയാണ്. അതിൽ ഗവർണർ ചാൻസലർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ബോധപൂർവം വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അധികാരം കാട്ടാൻ പാടില്ലാത്ത ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ഇതിനകത്ത് ഇടപെടുന്നതിന് അധികാരം കൊടുത്തുകൊണ്ടുള്ള വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമം ഗവർണർ അംഗീകരിക്കാതെ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്. അതിനെയും എന്ന് ഇത് അംഗീകാരം നേടിക്കൊണ്ട് ആ ബില്ല് നിയമമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് അതേപടി തന്നെ ഗവർണർ അംഗീകരിക്കുമോ, അതല്ല കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുമോ, അതുമല്ല ഏറ്റവും അവസാനമായി ഗവർണർ ഇത് രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഭരിക്കുന്ന കക്ഷിയുടെ മറ്റ് ഏതെങ്കിലും അധികാരികൾക്കോ ഇടപെടാൻ പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇടപെടാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു കൗതുകകരമായ സംഗതി, കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ചും വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും ഒന്നും ആർക്കും പരാതിപ്പെടാൻ അവകാശമില്ല. അങ്ങനെ പരാതിപ്പെടുന്നതിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ടോ കേന്ദ്ര ഏജൻസികൾ UGC ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കെതിരായിട്ടോ ഏത് വിമർശനം നടത്തുന്നതിനും ഏത് ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുന്നതിനും സംസ്ഥാനത്തുള്ള ആർക്കും അവകാശം കൊടുത്തുകൊണ്ടുമുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഭേദഗതിയുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. അത് വളരെ സംശയത്തിന് അടിസ്ഥാനമുള്ള ഒരു ഭേദഗതി നിർദ്ദേശമാണ് എന്ന് പ്രകടമായി മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിനെയും സർവകലാശാലയും
വിമർശിക്കാൻ പാടില്ല. എന്നാൽ കേന്ദ്രത്തെ ഏതളവ് വരെയും വിമർശിക്കാം. സർവകലാശാല അധ്യാപകർക്കും വിദ്യാർത്ഥികളും ഒക്കെ കേന്ദ്രത്തിനെതിരായി നോട്ടീസുകളും പ്രസിദ്ധീകരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ ഈ ചട്ടത്തിൽ വരുത്തിയിരിക്കുന്നത്. അതൊരു തരം തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് ഗവർണർ അംഗീകാരം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ ഇപ്പോഴും കേരളത്തിലെ സർവകലാശാലകളിൽ നിലവിലിരിക്കുന്ന അനിശ്ചിതാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനായി ഇനി കഷ്ടിച്ച് 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകം തന്നെ സർവകലാശാല തലപ്പത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭരണ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിരുത്തരവാദപരമായിട്ടാണ് സംസ്ഥാന സർക്കാർ സർവകലാശാലയുടെ കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം പരക്കെയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നു, പരീക്ഷാ നടത്തിപ്പിനെ ബാധിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് യഥാസമയം സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനെ ബാധിക്കുന്നു, പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ ബാധിക്കുന്നു, ആരംഭിച്ച കോഴ്സുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിനെ ബാധിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കലുഷിതമായിരിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിലെങ്കിലും എല്ലാ സർവകലാശാലകളിലും യഥാർത്ഥ യോഗ്യതയുള്ള ആളുകളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നതിനുള്ള നിയമ നടപടികൾ സർക്കാർ എടുക്കണം. അത് ചാൻസലറുമായി സമവായത്തിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെയും സർക്കാരിന്റെ ഒരു വകുപ്പായി തരം താഴ്ത്താനുള്ള ശ്രമങ്ങളും അതിനുള്ള നിയമങ്ങളും ഒക്കെ പിൻവലിക്കണം. അതുപോലെ തന്നെ കേന്ദ്രത്തെ വിമർശിച്ചോട്ടെ, ഞങ്ങളെ വിമർശിക്കേണ്ട എന്ന് പറയുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണം. അതുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്തു പോയാൽ അവർക്ക് അപമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് അവർ തള്ളപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടും യുവ സമൂഹത്തോടും ചെയ്യുന്ന ഒരു കൊടും പാതകമായിരിക്കും. അതുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സംസ്ഥാന സർക്കാർ ഒട്ടും വൈകാതെ തന്നെ ഈ പ്രതിസന്ധിക്ക് അറുതി വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. കോടിക്കണക്കിന് രൂപ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കേണ്ട സർവകലാശാലകളുടെ വളർച്ചയെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വൈസ് ചാൻസലർ ഇല്ലാത്തത് കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ഗവേഷണ സാധ്യതകൾ മുരടിച്ചിരിക്കുന്നു. പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു ഭരണ പ്രതിസന്ധിയും ഒരു ഏറ്റുമുട്ടലും ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഗവർണറുമായി ഗവൺമെന്റ് തുറന്ന ചർച്ച നടത്തി ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ നൽകിക്കൊണ്ട് പ്രോ ചാൻസലർ എന്ന് പറയുന്ന ആ തസ്തികയിൽ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഇടപെടലുകൾ കുറച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നിലനിർത്തിക്കൊണ്ട് അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുള്ള സൃഷ്ടിപരമായ നടപടി എടുക്കേണ്ട സമയമാണ്. അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് ഇനിയെങ്കിലും വൈകാതെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പൊതുസമൂഹവും എല്ലാവരും ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്.